ലോകത്തിന് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും സ്വന്തം ജീവിതം സമർപ്പിച്ച ആളാണ്. മണ്ണിന്റെ കൃത്യമായ ഗന്ധം എന്താണെന്ന് മോദിക്കറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ലോകത്തെ ചെല്ലണം. ആ തനി കുറുക്കന്റെ തനി സ്വഭാവം കാണിക്കണം. വീണ്ടും രാഹുൽ പപ്പുവാണെന്ന് ഭാരതം മനസ്സിലാക്കണം. 272 ആണ് ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ, അറിയാമല്ലോ. അതിലെ 240 മീതെയുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും മോദിക്കും കൂടെ. 2014 മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാഹചര്യമല്ല സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും സാർവദേശീയ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മോദിക്ക് ഇപ്പോഴുള്ളത്. അമേരിക്കയോടും ജപ്പാനോടും ഓസ്ട്രേലിയയോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ചൈനയുടെ സമുദ്രത്തിൽ കൂടിയുള്ള കടന്നുകയറ്റത്തിന് തടസ്സമിടപ്പെട്ട ശക്തിയും ഭാരതമാണ്. ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന് മോദി ലോകത്തെ കാണിച്ചു കൊടുത്തു. INDIA മുന്നണി വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടെ കടന്നു പോയിരിക്കുകയാണ്. ഇപ്പം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനം തന്നെ നമുക്ക് വേണ്ടതാണ്. ഇന്ന് നമ്മോടൊപ്പം ചർച്ച ചെയ്യാനായിട്ട്, ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് KV രാജശേഖരൻ സാറാണ്. സ്വാഗതം സാർ. സർ, എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം നരേന്ദ്രമോദി ആണ് 3ാം തവണയും പ്രധാനമന്ത്രിയായിട്ട് എത്തുന്നത്. പ്രതിപക്ഷത്ത് ഇപ്പോഴും ആരാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തേക്ക് രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ആ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യുക? ജന്മഭൂമിയും അർച്ചനയൊക്കെ ആ വഴിക്ക് ചിന്തിക്കുന്നത് കൊള്ളാം. കാരണം ഭാരത രാഷ്ട്രീയം ഇപ്പൊ ശ്രദ്ധാപൂർവം നോക്കേണ്ട രണ്ടാമത്തെ കാര്യം അതാ. ഭരണകക്ഷി നേതാവ് പ്രധാനമന്ത്രി ആരായിരുന്നു കൃത്യമായി. ഞങ്ങള് INDIA മുന്നണി വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് INDIA അവസ്ഥ. ഇനി മറുഭാഗം രാഹുൽ ഗാന്ധി വന്നാലും എന്നോട് ചോദിച്ചാല് ഞാൻ നിഷ്പക്ഷനൊന്നുമല്ല. ഞാൻ നരേന്ദ്രമോദിയും ദേശീയ ജനാധിപത്യ മുന്നണിയും ഭാരതം ഭരിക്കണമെന്നും അത് ഭാരതത്തെ വളർച്ചയിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈശ്വര, രാഹുൽ ഗാന്ധി തന്നെ വരണമേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ട്. കാരണം രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാരും പറയുമായിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവുള്ളതാണ്. കാരണം ആര് കമ്പയർ ചെയ്താലും മോദിയെയും രാഹുലിനെയും കൂടെ കമ്പയർ ചെയ്താല് മോദിയുടെ ഗ്രാഫ് വളരെ ഉയരെയാണ്. നമ്മൾ പറയാറില്ല, ഏറിയാലും എത്താത്ത ഉയരത്തിലാണ് മോദി. അത് ഈ അടുത്ത കാലത്ത് ഒരു കാര്യം ഉണ്ടായി. ഒരു ജോഡോ യാത്രയൊക്കെ നടത്തിയിട്ട് ഇദ്ദേഹം എന്തോ ഒരു കേമനാണെന്നും 2 തെരഞ്ഞെടുപ്പുകളിൽ 44ഉം 52ഉം സീറ്റും മാത്രം കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞ യോഗ്യന് 99 സീറ്റിലേക്ക് എത്താൻ കഴിഞ്ഞതൊക്കെ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങളാരും കരുതുന്ന പോലെ പപ്പു അല്ല രാഹുൽ എന്ന് പറഞ്ഞവര് അവര് പ്രതിപക്ഷ നേതാവ് ആക്കാതിരിക്കുകയാണെങ്കിൽ കുറെ കാലം കൂടെ ഇദ്ദേഹത്തിന്റെ ആ തനി സ്വരൂപം അത് പുറത്ത് കാണിക്കാതിരിക്കാൻ പറ്റും. പക്ഷെ പ്രതിപക്ഷ നേതാവായി ലോക്സഭയിലേക്ക് വിടുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഒറ്റ സെഷൻ കഴിയുമ്പം, അടുത്ത പാർലമെന്റ് സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ INDIA മുന്നണി അവസാനത്തെ IA ഉണ്ടല്ലോ, ആ IA പാർലമെന്റ് പ്രൊസീഡിങ്സ് ഫോളോ ചെയ്യുന്ന മുഴുവൻ പേരും ആവർത്തിച്ച് പറയും. ശരിയല്ല ഞാൻ പറയുന്നത്? അതെ, ശരിയാണ്. അതിന് കാരണമുണ്ട്. ഇദ്ദേഹത്തിന് ഭാരതത്തിന്റെ ഇന്നലകളെ കുറിച്ച് അറിയില്ല, ഭാവിയെ കുറിച്ച് അറിയില്ല. മോദിയോട് താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായ ഒരു പദ്ധതിയില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറയും, ജോഡോ യാത്ര. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ്, ഒരുപക്ഷെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഭാരതത്തിലെ സകല ജില്ലകളിലും
കന്യാകുമാരി തൊട്ട് കാശ്മീരം വരെ, തെക്കോട്ട് വടക്ക് വരെയും കിഴക്കോട്ട് പടിഞ്ഞാറ് വരെയുള്ള സകല പ്രദേശങ്ങളിലും പോയിട്ട് അവിടെ എവിടെങ്കിലും ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ദിവസമെങ്കിലും അഞ്ചുറങ്ങിയിട്ടില്ലാത്ത സ്ഥലം ഒരിക്കലും മോദിക്കുണ്ടാവില്ല. ഭാരതത്തെ അതുപോലെ നടന്നു കണ്ടതാണ്. ഭാരതത്തിലെ ലോകത്തെ കണ്ടതാണ്. ലോകത്തിന് വേണ്ടിയും ഭാരതത്തിന് വേണ്ടിയും സ്വന്തം ജീവിതം സമർപ്പിച്ച ആളാണ്. മണ്ണിന്റെ കൃത്യമായ ഗന്ധം എന്താണെന്ന് മോദിക്കറിയാം. ആ മോദിയോട് ഒരു ജോഡോ യാത്ര നടത്തിയിട്ട് ഇങ്ങനെ കന്യാകുമാരി തൊട്ട് ചില ഭാരത വിരുദ്ധരെയും കൂടെ കൂട്ടിക്കൊണ്ടൊരു യാത്ര നടത്തി കൈവീശി കാണിച്ചത് കൊണ്ട് രാഹുൽ ഗാന്ധി മോദിയുടെ മുകളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അബദ്ധമാകും. ഞാൻ ഈ വിഷയം കൂടുതൽ നീട്ടുന്നില്ല. ഒറ്റ കാര്യം മാത്രം പറയാം. കുറുക്കൻ രാജാവായ കഥ അറിയാമല്ലോ. നീലത്തൊട്ടിയിൽ വീണ് കുറുക്കൻ സിംഹത്തിന്റെ മുകളിൽ രാജാവ് കളിച്ചിരുന്നു. പക്ഷേ ഒരു സന്ദർഭം വന്നപ്പം കുറുക്കന്റെ തനി സ്വഭാവമായ കൂകല് കൂകിയപ്പം മറ്റ് വനത്തിലെ മൃഗങ്ങൾക്ക് മനസ്സിലായി ഇത് രാജാവല്ല, കുറുക്കനാണെന്ന്. ആ കഥ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ലോകത്തെ ചെല്ലണം. ആ തനി കുറുക്കന്റെ തനി സ്വഭാവം കാണിക്കണം. വീണ്ടും രാഹുലിന് പപ്പുവാണെന്ന് ഭാരതം മനസ്സിലാക്കണം. 929 അത് ഗുണം ചെയ്യും. ഇതാണ് എന്റെ അഭിപ്രായം. സർ, അടുത്തത് ഇപ്പം ദേവഗൌഡ, VP സിംഗ്, അപ്പം ഇവരെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു എങ്ങനെയാണ് മോദിയായിട്ട് വ്യത്യസ്തപ്പെടുത്തുന്നത്? എങ്ങനെ കൂട്ടുകക്ഷി ഇത് വരുമ്പോൾ എങ്ങനെയാണ് മോദിയായിട്ട് വ്യത്യസ്തപ്പെടുത്തുന്നത്? നരേന്ദ്രമോദി വീണ്ടും ഒരു കൂട്ടുകക്ഷി ഭരണം വരുമ്പോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ വെല്ലുവിളികളൊന്നും ഗുജറാളുമായും VK സിംഗുമായും ദേവഗൌഡയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ മോദിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണോ ചോദ്യം? അത് അർച്ചന, അവിടെ ഒരു സംശയത്തിന് അവകാശമില്ല. രാഷ്ട്രീയം ശരിയാണ്, കുറച്ചൊക്കെ ചരിത്രം കൂടെ പഠിക്കേണ്ടി വരും. എങ്കിലും ചരിത്രം നൽകുന്നതിനപ്പുറം ചില സാധ്യതകളുള്ള മേഖലയാണ്, പരീക്ഷണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ്. എങ്കിലും ഞാൻ പറയുക, ഈ പറഞ്ഞത് വിശ്വനാഥ പ്രസാദ് സിംഗിന്റെ കാര്യമോ ദേവഗൌഡയുടെ കാര്യമോ ഐക്യഗുജറാളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരുടെ മുന്നണിയിൽ ചന്ദ്രശേഖരും ഒക്കെ അതിനിടയ്ക്ക് വന്നവരാണ്. അതായത് 1989 ശേഷം 96 വന്ന മന്ത്രിസഭകൾ, അതെല്ലാം കൂട്ടുകക്ഷി മന്ത്രിസഭകളായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിലൊന്ന് PV നരസിംഹറാവുവിന്റെയാണ്. ഈ വന്ന ഒരു മന്ത്രിസഭയുടെയും പ്രധാന കക്ഷിക്ക് ന്യായമായ ഒരു ഭൂരിപക്ഷം ഇല്ലായിരുന്നു. VP സിംഗ് വന്നപ്പോൾ ഉണ്ടായിരുന്നു, 140 സീറ്റുണ്ട്, ജനതയിലുണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിൽ തല്ലായിരുന്നു. VP സിംഗും ദേവിലാലും ചന്ദ്രശേഖരും ഒക്കെ തമ്മിൽ തല്ലായിരുന്നു. പിന്നെ വന്ന ദേവഗൌഡയുടെ ഗവൺമെന്റ്, ഐക്യ ഗുജറാളിന്റെ ഗവൺമെന്റ്, ചന്ദ്രശേഖരുടെ ഗവൺമെന്റ്, അതിനു മുമ്പ് വന്ന ചരൺ സിംഗിന്റെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനൊക്കെ ഉണ്ടായിരുന്ന പരാജയം എന്ന് പറയുന്നത് പ്രധാന കക്ഷിക്ക് കൃത്യമായ ഒരു സംഖ്യ ലോക്സഭയിൽ ഇല്ലായിരുന്നു. നരസിംഹറാവു ആണെങ്കിൽ സംഖ്യ ഉണ്ടായിരുന്നു, 232 ഉണ്ടായിരുന്നു ആ സമയത്ത്. എങ്കിലും അദ്ദേഹം ന്യൂനപക്ഷ മുന്നണിയായിരുന്നില്ല, വെറും മൈനോറിറ്റി ഗവൺമെന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് 5 കൊല്ലം പിടിച്ചിരിക്കാൻ പറ്റി. ഈ മറ്റു പറഞ്ഞവർക്ക് ആർക്കും പറ്റിയില്ല. അതിനകത്തൊരു കാരണമുണ്ട്. അതാണ് പ്രധാന കക്ഷിക്ക് ശരിയായ ഒരു അംഗസംഖ്യ ഇല്ലെന്നുള്ളത്. ഇന്നത്തെ അവസ്ഥ എന്താ? 272 ആണ് ഭൂരിപക്ഷത്തിന് വേണ്ട സംഖ്യ, അറിയാമല്ലോ. അതിലെ 240 മീതെയുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും മോദിക്കും കൂടെ. ചുരുക്കത്തിൽ INDIAയിലെ എല്ലാ സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാലും 234 ഇപ്പൊ ഉള്ളൂ. ഇപ്പം എന്ന് ഞാൻ പറയുന്നത് ഈ നിമിഷത്തെ കാര്യമാണ്. അത് വീണ്ടും കുറയാനേ സാധ്യതയുള്ളൂ, കൂടാൻ സാധ്യതയില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ ആ മന്ത്രിസഭയിലെ ആ സാധ്യതകളാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരു വലിയ സാധ്യതയുണ്ട്. 2 പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അടൽ ബിഹാരി വാജ്പേയി ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു, അറിയാമല്ലോ. ആ സമയത്താണ് പൊഖ്രാനിലെ അണുപരീക്ഷണം പോലെ അതിശക്തമായ ഒരു കർമ്മപരിപാടി നടത്തിയത്. അതിന്റെ അനുഭവം എന്താ ഉണ്ടായത്? അത് ലോകത്തിന് മുമ്പിൽ ഭാരതത്തിന്റെ പേര് മാറ്റി, ഭാരതത്തിന്റെ ചരിത്രം മാറ്റി, ഭാരതത്തിന്റെ പ്രതിരോധത്തിന്റെ ശേഷി മാറ്റി. ഇത് കൂട്ടുകക്ഷി ശക്തനായ കാഴ്ചപ്പാടുള്ള നേതൃത്വ ഗുണമുള്ള ഒരാളിന്റെ നേതൃത്വത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ വന്നാൽ എന്ത് സാധിക്കും എന്നുള്ളൊരു തെളിവായിരുന്നു. അതും കഴിഞ്ഞു. ആ
ഭാരതത്തെ തിളക്കിയ മന്ത്രിസഭയെ എറിയുന്നത്, അതിനെ പരാജയപ്പെടുത്തുന്നത് 2004 മൻമോഹൻ സിംഗ് സർക്കാർ വരുന്നതോടുകൂടിയാണ്. അതെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും കളിപ്പാവയായ ഒരു സർക്കാർ ആയിരുന്നത് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് 145 സീറ്റുള്ളിടത്ത് 7 സീറ്റ് മാത്രം, 138 7 സീറ്റ് മാത്രം കൂടുതലുണ്ടായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, ഇന്ദിര സോണിയാഗാന്ധി പുറകിലിരുന്ന് ചരട് വലിച്ച ഗവൺമെന്റ് 145 സീറ്റുകളെങ്കിലും പിടിച്ചു നിന്നു. കാരണം ആ സർക്കാരിനെ നിർത്തുക എന്നുള്ള ആവശ്യം അവരെ പുറത്തുനിന്ന് നിയന്ത്രിച്ച അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാന്റെയും ആവശ്യമായിരുന്നു. പിന്നെ വേറെ ചില, അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഗവൺമെന്റ് 5 വർഷം നിന്നു. രണ്ടാമതൊരിക്കൽ കൂടെ മത്സരിച്ചു. അന്ന് ചൈനയിൽ നിന്ന് പോലും അകന്ന സോണിയയുടെ താല്പര്യം ചൈനയോട് എടുക്കാനായിരുന്നെങ്കിലും മൻമോഹൻ സിംഗ് അമേരിക്കൻ താല്പര്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ആണവ കരാർക്ക് ഒപ്പിട്ട സാഹചര്യത്തില് അമേരിക്ക പൂർണ്ണമായും സഹായിച്ചു. മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയതുമില്ല. രണ്ടാമതൊരിക്കൽ കൂടി വന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 സന്ദർഭങ്ങളിലും ഭാരതത്തിന് ഗുണകരമായ ഒരു ഇടപെടലും ഉണ്ടാകാതിരിക്കുകയും അഴിമതിയുടെ അളവ് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടാണ് 2014 ഈ മുന്നണി തകരുകയും ഇവരുടെ കോൺഗ്രസ് സംഖ്യ 42 ആവുകയും നരേന്ദ്രമോദി ഒറ്റയ്ക്ക് ജയിക്കുകയും ചെയ്തത്. അങ്ങനെ പറയുമ്പം ആ ഒരു കാലത്തെ പ്രവർത്തനത്തിന്റെ പരിചയം, 10 കൊല്ലം രാജ്യത്തിന് ചെയ്ത സംഭാവന, അതുപോലെ ധീരമായി തെരഞ്ഞെടുപ്പ് പദ്ധതി നിശ്ചയിക്കുന്നതിന് നടപ്പാക്കുന്നതിനുള്ള അടൽച്ചി കാണിച്ച ആ മാതൃകയുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരു സംശയവും വേണ്ട. അതാണ് രാഷ്ട്രീയത്തിന്റെ ആശയപരമായ അടിത്തറയുള്ള ചർച്ചയിൽ നിന്ന് ഉയരുന്ന ഒരു ഉത്തരം. കാരണം മോദിക്ക് ഭയപ്പെടേണ്ടി വരില്ല. പ്രായോഗിക സൈഡ് ഒറ്റ വാചകത്തിൽ മാത്രം ഞാൻ പറയാം. 93 സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ തന്നെ 300 ആയി കഴിഞ്ഞിട്ടുണ്ട്, 303 ആയി കഴിഞ്ഞിട്ടുണ്ട്. പോകെ പോകെ ഈ സംഖ്യ വർദ്ധിച്ച് എന്റെ ഉദ്ദേശം ഏതാണ്ട് അടുത്ത ഒരു 2 വർഷത്തിനുള്ളിലായിട്ട് 350-അടുത്ത് വരെ വരും NDA സഖ്യത്തിന്റെ പിന്തുണ. അബദ്ധത്തിൽ അപ്പുറത്തേക്കുന്ന പലരും തെറ്റ് മനസ്സിലാക്കി തിരിച്ചും വരും. ഇതാണ് മോദിക്ക് നാളത്തേക്ക് ഭരിക്കുന്നതിനുള്ള സാഹചര്യം. പിന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുക, 2014 മൻമോഹൻ സിംഗിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സാഹചര്യമല്ല സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും സാർവദേശീയ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മോദിക്ക് ഇപ്പോഴുള്ളത്. കാരണം 2014 തൊട്ട് 2024 തൊട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പദ്ധതികളുടെ ഫലമായിട്ട് ഇന്ന് രാജ്യം വേറൊരു തലത്തിലാണ് നിൽക്കുന്നത്. അത് ഹയർ പെഡസ്റ്റൽ, ഒരു ഉന്നതമായ തലത്തിൽ. ആ ലോഞ്ചിങ് പാഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോദിക്ക് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ. അതെ, അപ്പം സാറ് സർവദേശീയ ബന്ധത്തെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ് ബാധിക്കുന്നത്? സാർവദേശീയ ബന്ധത്തെ കുറിച്ച് എങ്ങനെയാ ബാധിക്കുന്നത് ചോദിച്ചാല് അത് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. എങ്കിലും ചില സൂചനകൾ മാത്രം ഞാൻ തരാം. നിലവിലെ ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാല് ഭാരതത്തിന്റെ വളർച്ച, ഭാരതത്തിന്റെ ഉയർച്ച, ഭാരതത്തിന്റെ ശക്തി സാധ്യതകൾ, ഇതിനെയെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് പോലും അമേരിക്കയും ചൈനയും പാകിസ്ഥാനും കൃത്യമായും ഭാരതത്തിന് എതിരുള്ള നിലപാട് തന്നെയാണ് തരുന്നത്. ഈ 3 രാജ്യങ്ങളെ പ്രധാനമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ, അതേ സമയത്ത് തന്നെ അമേരിക്ക 2019 ഏർപ്പാട് കാണിച്ചതാണ്. അവര് ശ്രമിച്ചു നോക്കും. അവരാഗ്രഹിക്കുന്ന ഒരു സർക്കാർ വന്നില്ലെങ്കിൽ വരുന്ന സർക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നതിനുള്ള രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും ഉള്ള ശക്തിയും പ്രാവീണ്യവും സാമ്പത്തികമായ ശക്തിയും അവർക്കുണ്ട്. അതുകൊണ്ട് അവര് അത് കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെയല്ല, എന്റെ പ്രതീക്ഷ വെച്ച് പറയുകയാണെങ്കിൽ ജോ ബൈഡന് ശേഷം ഡൊണാൾഡ് ട്രംപ് തന്നെ വീണ്ടും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരവ് വന്നു കഴിഞ്ഞാല് അമേരിക്കയിൽ കാര്യമായ വ്യത്യാസമൊന്നും പ്രതീക്ഷിക്കേണ്ടെങ്കിലും ട്രംപ് ഒന്നുകൂടി ഭാരതത്തിന് അനുകൂലമായ മോദിയോട് അടുത്തു പോകുന്ന നിലപാടൊക്കെ പ്രതീക്ഷിക്കാം. ഇത് ആ ഒരു കാര്യത്തിൽ മാത്രം. ചൈനയും പാകിസ്ഥാനും ഒക്കെ, പാകിസ്ഥാൻ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. ഒരു അഡ്വഞ്ചർ, ഒരു സാഹസിക ശ്രമത്തിന് പാകിസ്ഥാൻ തയ്യാറാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ചൈനയ്ക്ക്
ഭാരതത്തെ എതിർക്കേണ്ടത് പഴയ കാലത്തെ പോലെ കുറച്ച് ഭൂമി പിടിക്കാൻ വേണ്ടി മാത്രമല്ല, കുറച്ച് ഭൂമിയിൽ അധിനിവേശം സാധിക്കാൻ വേണ്ടി മാത്രമല്ല, ചൈനയോട് കടപിടിക്കുന്ന, ചൈനയോട് മത്സരത്തിന് തയ്യാറുള്ള ലോക സമ്പദ് വ്യവസ്ഥയിലെ സപ്ലൈ ലൈനില് അല്ലെങ്കിൽ മാനുഫാക്ചർ സെക്ടറിൽ ഇവരൊക്കെ ചൈനയ്ക്ക് പുതിയ വെല്ലുവിളി ഉയർത്താൻ കഴിവുള്ള രാജ്യമാണ് ഭാരതം. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് റീജിയനില് അവിടെ ആ ക്വാഡ് സങ്കല്പം വന്നപ്പോൾ അമേരിക്കയോടും ജപ്പാനോടും ഓസ്ട്രേലിയയോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ചൈനയുടെ സമുദ്രത്തിൽ കൂടിയുള്ള കടന്നുകയറ്റത്തിന് തടസ്സമിടപ്പെട്ട ശക്തിയും ഭാരതമാണ്. ഇത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, ചൈനയ്ക്കും അറിയാം. അതുകൊണ്ട് ചൈന ചെയ്യാവുന്നതൊക്കെ ചെയ്യും. പക്ഷെ ചൈനയുടെ മുമ്പിൽ, ചൈനയുടെ ആ വെല്ലുവിളി മുമ്പിൽ അതിനെ അതിജീവിക്കുന്നതിനുള്ള ശക്തി നരേന്ദ്രമോദിക്കുണ്ട്. പല കാരണങ്ങളും ഉണ്ട്, ഡീറ്റെയിൽ ചർച്ചയ്ക്ക് സമയമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ലോക ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് ഏത് സമയത്ത്? ഈ അടുത്ത കാലത്ത് ചൈന പടച്ചുവിട്ട ആ കൊറോണ, നമ്മുടെ കോവിഡ് ചൈനയാണ് പടച്ചുവിട്ടത്. ആ രോഗാണു ലോകത്തെ മുഴുവൻ വ്യാപകമായി പകർച്ചവ്യാധിയായി മാറിയപ്പം ലോകത്തിന് നിലനിൽപ്പിനെ ബാധിച്ചപ്പോഴത്തേക്ക് അതിന് ലോകത്തിന് സഹായകരമായ രീതിയിൽ ഭാരതത്തിന്റെ കഴിവിനെ വളർത്തിയെടുക്കാനും ലോകത്തിന് നേതൃത്വം കൊടുക്കാനും ഉള്ള കെൽപ്പ് കാണിച്ചയാളാണ് നരേന്ദ്രമോദി. ഉക്രൈനും റഷ്യയിലും സംഘർഷം ഉള്ളിടത്ത് അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്പിലുള്ള രാജ്യങ്ങളും ഉൾപ്പെടെ റഷ്യയുമായി പെട്രോൾ വാങ്ങിക്കരുതെന്നൊക്കെ പറഞ്ഞ ഇന്ധനം വാങ്ങിക്കരുതെന്ന കാര്യം അറിയാമല്ലോ. ഈ ഇടപെടലൊക്കെ വന്നപ്പോഴത്തേക്ക് ഭാരത് ഫസ്റ്റ്, ഭാരതമാണ് എന്റെ രാജ്യത്തിന് എന്റെ താല്പര്യം, ഭാരതത്തിന് താല്പര്യമുള്ള കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭാരതത്തിന് താല്പര്യം അനുസരിച്ചിട്ട് ആരുടെയും കൂടെ ചേരാതെ, എന്നാൽ രണ്ടുപേർക്കും അവഗണിക്കാൻ വയ്യാത്ത ശബ്ദമായി മോദി മാറി. യുദ്ധത്തിനുള്ള സമയമല്ല ഇതെന്ന് റഷ്യയോട് പറഞ്ഞു. ഉക്രൈനോടും ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാകാൻ ആവശ്യപ്പെട്ടു. ഭാരതത്തിലെ വിദ്യാർത്ഥികളെ, അല്ലെ ലോകത്തിലെ വിദ്യാർത്ഥികളെ യുദ്ധമേഖലയിൽ നിന്ന് മാറ്റാൻ വേണ്ടി രണ്ടുപേരും അടി നിർത്ത എന്ന് മോദി പറഞ്ഞപ്പോൾ രണ്ടുപേരും അടി നിർത്തി. മോദിക്ക് ശബ്ദമുണ്ട്. മോദിയുടെ നല്ലത് ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന്, ഭാരതത്തിന്റെ ശക്തി എന്താണെന്ന് മോദി ലോകത്തെ കാണിച്ചു കൊടുത്തു. ആ ഭാരതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് 100 വർഷം ഭാരതത്തിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം അടിസ്ഥാനമായിട്ടുണ്ടാക്കിയ ബഹുജന ശക്തിയുടെ രാഷ്ട്രീയ മുഖമാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഒരു കാര്യം ഓർക്കണം, ഈ രാഷ്ട്രീയ സേവക സംഘത്തിനോ നരേന്ദ്രമോദിക്കോ BJPക്കോ ഒന്നും ലോകം പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹമില്ല. അവിടെ ലങ്ക കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ട് അവിടെ തന്റെ രാജ്യം സ്ഥാപിക്കാതെ രാവണന്റെ അർജുനായ വിഭീഷണൻ തന്നെ കൊടുത്തിട്ട് തിരിച്ചു പോകുന്ന രാമന്റെ പാരമ്പര്യം, കിഷ്കിന്ധ പിടിച്ചെടുത്തിട്ട് ബാലിയെ പരാജയപ്പെടുത്തിയെടുത്തെങ്കിലും അത് സുഗ്രീവൻ എന്ന് പറയുന്ന ബാലിയുടെ അനുജനെ ഏൽപ്പിച്ച താല്പര്യം, ആ രാമന്റെ പാരമ്പര്യം. ലോകത്തെങ്ങും അധിനിവേശത്തുള്ളിൽ കടന്നു കിടക്കണമെന്നുള്ള ആഗ്രഹം ഭാരതത്തിനില്ല. അതാണ് ഹിന്ദുത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ദേശീയ സങ്കല്പത്തിന്റെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സാംസ്കാരിക ആ പ്രഭാവത്തിന്റെയും ഒക്കെ ഫലമായിട്ട് നരേന്ദ്രമോദിയിൽ കൂടെ ലോകം കണ്ട ഭാരതത്തിന്റെ സന്ദേശം. ആ സന്ദേശത്തിന് ഭാരതം ആത്മനിർഭരമാകണം, ഭാരതം പരമാവധി പുരോഗമിക്കണം. പക്ഷെ ഈ പുരോഗമനം ലോകത്തിന്റെ മാനവരാശിയുടെ വിമോചനത്തിന് പ്രയോജനപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു സങ്കല്പമാണ് മോദിക്കുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ലോകത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജനാധിപത്യത്തിൽ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മൂന്നാമത് പ്രാവശ്യം കിട്ടുന്നത്. ചൈനയിലൊക്കെ കിട്ടുന്ന അവിടെ തെരഞ്ഞെടുപ്പൊന്നുമില്ല, മറ്റ് രാജഭരണം ഉള്ളിടത്തെപ്പെട്ടല്ല, പട്ടാള ഭരണം പോലെയല്ല, തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നാമത് വന്ന പ്രധാനമന്ത്രിയാണ്. അതും അവിടെയും അദ്ദേഹം തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചില്ലെങ്കിൽ ഞാൻ കയറി പറയുക, സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും ഒരു തരത്തിലും പുറകോട്ട് പോവില്ല. സമയം ഏതാണ്ട് അവസാനിക്കാറായതുകൊണ്ട് ആ 5 ട്രില്യൺ എക്കണോമി എന്നുള്ള ലക്ഷ്യം, അതിനുശേഷം 10 ട്രില്യൺ എക്കണോമി എന്നുള്ള ലക്ഷ്യം
2047 ആകുമ്പോഴത്തേക്ക് ഭാരതത്തിന് ഏറ്റവും ശക്തമായ ഒരു രാജ്യമാകുന്ന ലക്ഷ്യം ഇന്നൊന്നും പുറകോട്ട് പോകില്ല. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കത്തില്ല. അത് ഈ മുന്നണിയെ ഒന്നിച്ചെടുത്താൻ കൂടി കാരണമാണ്. കാരണം ഒരു പൊതുപരിപാടിയുടെ ഭാഗമായിട്ട് അഴിമതിക്കെതിരെ പോരാടുന്ന മോദി പറയുമ്പോൾ അത് വേണ്ടെന്ന് ഏത് ഘടകകക്ഷിക്കാ പറയാൻ പറ്റുക? അഴിമതിക്കെതിരെ പോരാട്ടം വേണ്ടെന്ന് ഏതൊരു ഘടകകക്ഷിക്ക് പറയാൻ പറ്റുമോ? പറയും. പിണറായി വിജയൻ പറയും, കേജ്രിവാൾ പറയും, മമതാ ബാനർജി പറയും, അങ്ങനെ അഭിഷേകിന് വേണ്ടി താല്പര്യം രക്ഷിക്കണം. ഇവരൊക്കെ പറയുന്ന കാര്യമില്ലല്ലോ. പക്ഷെ കൂടെ നിൽക്കുന്ന എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഇന്ന് വരെ അഴിമതിയുടെ പേരിൽ ആരും വിരൽ ചൂണ്ടില്ലാത്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. രാഷ്ട്രീയമായി കാര്യം മാറിയിട്ടുണ്ടാവാം. നിതീഷ് കുമാർ അവരൊന്നും വന്നിട്ട് നാളെ അഴിമതിക്കെതിരെ മോദി ഒരു ശക്തമായ നിലപാടെടുത്താല് അതിന് എതിർക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് കൂട്ടുകക്ഷിയാണെങ്കിലും ഒറ്റകക്ഷിയാണെങ്കിലും ഇപ്പൊ കൂട്ടുകക്ഷിയാണ്. ഇന്നലെ മോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞത് 10 കൊല്ലത്തേക്കുള്ള കഴിഞ്ഞ 10 കൊല്ലത്തെ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 10 കൊല്ലത്തേക്കുള്ള ആശയ മുന്നോട്ട് വെക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഇടക്കാലം കൂട്ടുകക്ഷി ഭരണം വീണ്ടും 2029 വരെ വന്നാലും 29 ഈ ഇപ്പം കിട്ടാതെ പോയ ആ 400 പാർ എന്നുള്ളത് 450 പാർ 450-നപ്പുറം കയറി ഭാരതത്തിൽ വീണ്ടും മോദിയുടെ പ്രഭാവം, ദേശീയ ജനാധിപത്യയുടെ പ്രഭാവം, ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഹൈന്ദവ ദേശീയതയുടെയും പ്രഭാവം ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ നമ്മോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് KV രാജശേഖരൻ സാറായിരുന്നു. അപ്പം വളരെയധികം നന്ദി സാർ, നമ്മോടൊപ്പം ഇത്രയും നേരം പങ്കെടുത്തതിൽ ഈ ഒരു പരിപാടിയിൽ. ഇങ്ങനെ അവസരം തന്നതിന് ജന്മഭൂമി ഓൺലൈനിലും അർച്ചനയ്ക്കും നന്ദി.